ഹലോ. സ്കൂളൊക്കെ തുടങ്ങിയില്ലേ മക്കൾക്ക്? അപ്പോൾ ഇനി രാവിലെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലേ അടുക്കളയിൽ. അപ്പോൾ ഇന്ന് സ്കൂളുള്ളൊരു ദിവസം രാവിലെയാണ് കേട്ടോ. പൊന്നൂനിന്ന് സ്കൂളിലേക്ക് പോകണം. അവൾ എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് എല്ലാം റെഡിയാക്കിയാലാണ് 7:45 പൊന്നൂന് പോകാൻ പറ്റൂ. 7:45 ബസ് വരും. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയൊക്കെ രാത്രി തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട്. പിന്നെ ഞാൻ ചോറ് രാത്രി തന്നെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അല്ലാതെ ചോറ് രാവിലെ വെന്ത് കിട്ടില്ല അത്രയും നേരത്തെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഒരു അരമുക്കാൽ ഗ്ലാസ് ആണ് കേട്ടോ ഞങ്ങൾ ചോറ് വെക്കാറുള്ളൂ. എനിക്കും പൊന്നൂനും മാത്രം മതിയല്ലോ. അപ്പോൾ ആ ഒരു മുക്കാൽ ഗ്ലാസും ഇതിൽ വെന്ത് കിട്ടാറില്ല. എന്നാലും ഉണ്ണാനുള്ള പാകത്തിന് വേവാറില്ല കേട്ടോ. ഞാനപ്പോൾ അതിന് ചെയ്യുന്നത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് സാധാ പാത്രത്തിലിട്ടൊന്ന് ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും അടുപ്പിലൊക്കെ വെച്ച ആ ഒരു ചോറ് പോലെ തന്നെ ആയി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ അതങ്ങോട്ട് വെച്ചു. ഇനി ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ഉപ്പേരി ബീട്രൂട്ടാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടിയിട്ട് ഇളക്കി അടച്ച് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി പൊന്നൂന് കയ്പ്പയ്ക്ക ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനം കൂടെ രാത്രി അരിഞ്ഞ് മുളകും ഉപ്പൊക്കെ തിരുമ്പി അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി രാവിലെ എണീറ്റാൽ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് ഓരോന്നായിട്ട് അങ്ങനെ അടുപ്പത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും ഓരോന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പേരി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരടുപ്പ് ഒഴിയുമ്പോഴേക്കും അടുത്തതിൽ ഒരു സാധനം കയറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എൻ്റെ പണി കഴിയാറ്. 6 മണിയാകുമ്പോഴേക്കും എൻ്റെ ഏകദേശം എല്ലാ പണിയും കഴിയാറുണ്ട് കേട്ടോ അടുക്കളയത്തെ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒറ്റ വിസിൽ മാത്രമേ എടുപ്പിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് വേറെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വാർത്ത് വെച്ചു. ഇനി അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഇനി മോര് കാച്ചാണ് കേട്ടോ ഇന്നത്തെ ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അപ്പം തന്നെ കൈയോടെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തലേ ദിവസം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടൊന്ന് മോര് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ കറിയാണ്. പൊന്നൂന് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ പണിയും കഴിയുമല്ലോ. അങ്ങനെ മോര് തിളപ്പിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തടുപ്പ് ഒഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇന്ന് മുട്ട ചിക്കിപ്പൊരിക്കുകയാണ് കേട്ടോ ചെയ്യണത്. മുട്ട മസാല എന്നാണ് പൊന്നൂതിന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടു കേട്ടോ. അതിൽ മുട്ട മസാല ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് അവൾ മുട്ട മസാല എന്ന് പറയുന്നത്. ഇന്നത്തെ ദോശയ്ക്കുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അവൾക്ക് മുട്ട മസാലയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ അടുപ്പത്ത് വെച്ച് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഹായ്, അത്യാവശ്യം എല്ലാം ആയിട്ടോ. ഇനി നമുക്ക് ദോശ മാത്രമേ ഉണ്ടാക്കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ സമയം കാണിച്ചു തരാം. 6 മണി. സമയം 6 മണിയായി കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നൂന് എണീക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പൊന്നൂന് കുടിക്കാനുള്ള പാല് തിളപ്പിച്ചു. പിന്നെ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതും കൂടെ അത് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബായ്.